₹95 എൻ്റെ ഓഫീസിൽ കിട്ടുന്ന ലഞ്ചാണ് കേട്ടോ ഇത്. ഞങ്ങൾ പച്ചപ്പരിഷ്കാരികൾ ഇത്തരത്തിലുള്ള ഫുഡുകളെ കഴിക്കാറുള്ളൂ. പാരഗണിൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ആണ് ഉള്ളത്. അപ്പം നമുക്ക് ₹95 ദേ ഇത്രയും സാധനങ്ങൾ ഇവിടെ കഴിക്കാൻ കിട്ടും. ചിക്കൻ കറി, രസം, പരിപ്പ്, പപ്പടം, പായസം എന്ന് തുടങ്ങിയ സകലമായ ഐറ്റങ്ങൾ ഇതിനകത്തുണ്ടാകും. ചുമ്മാ കാണാനുള്ള ലുക്ക് മാത്രമല്ല കേട്ടോ, ടേസ്റ്റ് വൈസും അല്ല അടിപൊളി സാധനമാണ്. അതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാരും ഓഫീസിൽ നിന്ന് തന്നെയാണ് ലഞ്ച് കഴിക്കാറുള്ളത്. ബൈ ദ വേ, കഥയൊക്കെ പറഞ്ഞ് തീറ്റയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ ക്ലീൻ ചെയ്യാനുള്ള ചേച്ചി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി മൊത്തത്തിൽ വീട് അങ്ങോട്ട് അഴിച്ച് പറക്കി വെച്ചിരിക്കുന്നു. ചേച്ചി ക്ലീൻ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാനിങ്ങനെ പരൽമീനിനെ പോലെ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ എവിടെ ഇരിക്കണോന്ന് അറിയാതെ മൊത്തത്തിൽ അങ്ങോട്ട് കറക്കുവാണ്. ഇന്ന് നമ്മുടെ ഫ്ലാറ്റിന്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ. എല്ലാ വർഷവും ജാനുവരി ഫെബ്രുവരിയിലാണ് നമ്മളിത് സെലിബ്രേറ്റ് ചെയ്യാറ്. അപ്പൊ കംപ്ലീറ്റ്ലി ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഒരു അടിപൊളി ഗംഭീര പരിപാടിയാണ് കേട്ടോ. കുട്ടികളുടെ മുതിർന്നവരെ ഡാൻസും പാട്ടും പരിപാടിയും പിന്നെ അവസാന കലാശക്കൊട്ടിന് ഒരു DJ ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി പ്രോഗ്രാം. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ മൊത്തത്തിലൊരു സെലിബ്രേഷൻ തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ എല്ലാവരും തമ്മിലൊന്ന് മിങ്കിൾ ആവാനും എല്ലാവരും തമ്മിൽ പരിചയപ്പെടാനും ഒക്കെ ഈ അവസരങ്ങൾ ഉപയോഗിക്കാം. എങ്ങനെയുണ്ട്? നല്ല കിടിലൻ സെറ്റപ്പ് അല്ലേ? അങ്ങനെ പരിപാടിയൊക്കെ കണ്ട് ഫ്ലാറ്റിൽ എത്തിയപ്പോഴേക്കും ചേച്ചി ക്ലീൻ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ ആഴ്ചത്തെ മീൽ പ്രപ്പിനുള്ള ടൈമാണ്. അപ്പോൾ അവിയൽ, തോരൻ, പുളിശ്ശേരി, മീൻകറി, 2-3 തരത്തിലുള്ള ഫിഷ് ഫ്രൈ, അങ്ങനെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു സദ്യ. അങ്ങനെ സദ്യ ഒന്നും അല്ല, നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള മീൽ പ്രപ്പാണ് ഈ ചെയ്തു വെക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മളൊരു മെനു ആയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് മിക്കപ്പോഴും ഇത് ചെയ്യാറുള്ളത്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാണ്. ഞാനും അബിയും കൂടെ കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാരവാൻ. വീക്കെൻഡൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ അവിടെ ഒട്ടും കുറച്ചില്ല. അവിടെ പോയി ഒരു 1.5 മണിക്കൂർ കഥ പറഞ്ഞിരുന്ന് ഒരു ക്യാപ്പിച്ചിനോ, സ്ട്രോബെറി സൺഡേ, ഒരു ഫലൂഡയൊക്കെ അകത്താക്കി നമ്മൾ തിരിച്ചിങ്ങോട്ട് വീട്ടിലേക്ക് വന്നു.